നിർത്ത് ദാരിദ്ര്യം പറയുന്നത്. B2B ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് വർക്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ പല സ്ഥലത്തും കിട്ടുന്ന അവഹേളനം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. B2B ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെ കോൺഗ്രേഷൻ ചെയ്യണമെന്നുള്ളതാണ്. അതായത് ബിസിനസ്സുകാരോട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കാണേണ്ടത് നിങ്ങളുടെ സങ്കടം പറച്ചിൽ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട അവഹേളനം അല്ല അവർക്ക് കാണേണ്ടത്. അവർക്ക് കേൾക്കേണ്ടത് നിങ്ങൾ എത്രത്തോളം മിഷൻ ഉണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ട്, നിങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം സക്സസ് ആകുന്നുള്ള കാര്യങ്ങളാണ് അവർക്ക് കോൺഗ്രേഷൻ ചെയ്യേണ്ടത്. നിങ്ങളൊരു ജേണി ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് അവരുടെ ജേണി പറയുകയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ജേണി പറഞ്ഞോ, ബട്ട് നിങ്ങൾ അതിലെപ്പോഴും സങ്കടങ്ങൾ മാത്രം കുത്തി നിറയ്ക്കരുത്. അവരോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തത്, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച മാർക്കറ്റ് സ്റ്റഡി എന്നുള്ള കാര്യങ്ങളും നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ കൂടുതലായിട്ട് പറയേണ്ടത്. അങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് ഒന്നും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ സാധാരണക്കാരോടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ B2C ആണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ ജേണി ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സക്സസ് ആകാൻ സാധ്യതയുണ്ട്. ബട്ട് ഇത് B2B ആകുമ്പോൾ ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ നിങ്ങളെ സങ്കടം കേൾക്കാനുള്ള നേരല്ല. അവരോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും, നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ്, നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് B2B പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ കാണാം. ബൈ.